ആര്യാടൻ ഷൗക്കത്തിനെതിരെ സംസാരിക്കുന്നതിൽ പി.വി. അൻവറിനോട് കടുപ്പിച്ച് യു.ഡി.എഫ്. സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ തിരുത്തിയാൽ മാത്രം സഹകരിക്കാമെന്ന പൊതുനിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. സമാനമായ അഭിപ്രായമാണ് യു.ഡി.എഫ് ഘടകകക്ഷികൾക്കുമുള്ളത്. അൻവറിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും സജീവമാണ്. കോൺഗ്രസ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ നിരന്തരം നടത്തുന്ന വിമർശനങ്ങൾ, പ്രതിപക്ഷ നേതാവിനെ വാക്കുപാലിക്കാത്തവനായി അവതരിപ്പിക്കൽ, ഇതെല്ലാം അൻവറിനെതിരെ കടുത്ത അതൃപ്തിക്ക് വഴിവെച്ചു. അൻവറിനോടുള്ള നിലപാട് കടുപ്പിച്ചായിരുന്നു KPCC പ്രസിഡന്റിന്റെ പ്രതികരണം. UDF-ന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും പാർട്ടിയും അതിനോട് പരസ്യമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും? ആ ചോദ്യത്തിന് അൻവർ കൃത്യമായും വ്യക്തമായും ഉത്തരം പറയണം. UDF-നെ വിമർശിക്കുന്നവരെ എങ്ങനെ മുന്നണിയിലെടുക്കുമെന്ന ചോദ്യവും കോൺഗ്രസിൽ ശക്തമാണ്. ആദ്യം UDF സ്ഥാനാർത്ഥിക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ചയിലൂടെ പരിഹരിക്കും. പിണറായി വിജയനെതിരെ എല്ലാ ആയുധങ്ങളും എടുത്ത് പോരാടണം തന്നെയാണ് ഞങ്ങളുടെയൊക്കെ തീരുമാനം. അൻവറിന്റെ പ്രതികരണങ്ങൾ അംഗീകരിക്കാൻ ലീഗും തയ്യാറല്ല. ആവശ്യമില്ലാത്ത പരാമർശങ്ങൾ അൻവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് UDF-ലെ ഘടകകക്ഷികൾക്കുള്ള അഭിപ്രായങ്ങൾ അൻവറിനോട് ഇന്നലെ തന്നെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ അൻവറിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും ഒരു പക്ഷത്ത് സജീവം. അൻവറുമായി ഞങ്ങൾ അടുത്ത വട്ടം ചർച്ചകളും മറ്റും നടക്കും. ആ ചർച്ചകളിലൂടെ ഒക്കെ തീരുമാനങ്ങൾ ഉണ്ടാകും, പരിഹരിച്ച് മുമ്പോട്ട്. രമേശ് ചെന്നിത്തലയും അൻവറുമായി ടെലിഫോണിൽ ചർച്ച നടത്തി. ഇടതുപക്ഷ മുന്നണിയെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ സമീപനം. അൻവറിനെ കൊണ്ട് പറഞ്ഞതെല്ലാം തിരുത്തിപ്പറയിപ്പിച്ച ശേഷം അസോസിയേറ്റ് മെമ്പർഷിപ്പ് നൽകുന്നതിലേക്ക് കൊണ്ടുപോകാനാണ് സമവായ ശ്രമം നടത്തുന്ന നേതാക്കളുടെ നീക്കം. അതിനാദ്യം ആര്യാടൻ ഷൗക്കത്തിനെ അൻവർ നിരുപാധികം പിന്തുണയ്ക്കണമെന്നാണ് കോൺഗ്രസിന്റെ ഉപാധി. മീഡിയ 1 തിരുവനന്തപുരം.